ദ ബോൾ ഈസ് ഓൺ ട്രംപ് കോർട്ട് എന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ബോള് ട്രംപിൻ്റെ കോർട്ടിലേക്ക് തട്ടി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തിരിക്കുന്നത്. അതൊരു അവരെ സംബന്ധിച്ചത് ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് എന്ന് പറയാൻ കഴിയും. ഇനി ഇത് ട്രംപ് അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അത് അയൺ ഔട്ട് ചെയ്യുക, ഡീറ്റെയിൽസ് സൂക്ഷ്മമായ അതിൻ്റെ പ്രായോഗിക പദ്ധതികളിലേക്ക് ഇതിനെ എത്തിക്കുക എന്ന് പറയുന്നൊരു ചുമതല ട്രംപിൻ്റെ തലയിൽ വന്ന് വീണിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളുടെ തലയിൽ വന്ന് വീണിരിക്കുകയാണ്. ഹമാസിൻ്റെ ഇന്നത്തെ പ്രപ്പോസൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഗസയുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ ഭാവി ഭരണകൂടം, അതിൻ്റെ മോണിറ്ററിങ്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറബ് ഇസ്ലാമിക് നാഷൻസ് അവർക്കുള്ള പങ്കിനെയും പ്രാധാന്യത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ മൊത്തം ഈ ഭാവി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം അത് അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും കോർട്ടിലേക്ക് തള്ളിക്കൊണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് എക്സസൈസാണ് ഹമാസ് ഇന്ന് നടത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ ആക്രമണം നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിർത്തുകയാണെങ്കിൽ ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം 2 കൊല്ലമായി അവർ കടന്നു പോകുന്ന വേദനാജനകമായ അവരുടെ സഫറിങ്സ്, അതിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു അവസാനം വരുമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. ഏതെങ്കിലും നിലക്കുള്ള ഒരു കുറവ് വരികയാണെങ്കിൽ അത് ആശ്വാസകരമായിരിക്കും.